ഷാഫി പറമ്പിലൊരു ക്രൗഡ് പുള്ളറാണ്. അപ്പം എവിടെ അത് നിങ്ങൾ അയ്യോ എന്ന് പറഞ്ഞ് അല്ലെന്ന് പറഞ്ഞാലും അതാണ്. അല്ല, നമ്മളോട് ആളുകൾ ഇങ്ങനെ ഒരു സ്നേഹം കാണിക്കുന്നത് നമ്മുടെ ചിരി മായ്ക്കേണ്ട ഒന്നും അല്ലല്ലോ, അതൊരു ഭാഗ്യമല്ലേ. ഞാൻ പറഞ്ഞ എന്ത് ഇമോഷൻ്റെ കാര്യം പറഞ്ഞാലും ഒരു സഹപ്രവർത്തകരാണെങ്കിലും ജനങ്ങളാണെങ്കിലും ചിലപ്പം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടാണെങ്കിലും ആളുകൾ നമ്മളോട് നന്നായി റിയാക്ട് ചെയ്യുന്നതും അവർ നമ്മളോട് ചിരിക്കുന്നതും അല്ലെങ്കിൽ ഒരാൾക്കൂട്ടത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോഴോ അല്ലെങ്കിൽ അവരുടെ അടുക്കിലേക്ക് നമ്മൾ എത്തുമ്പോഴോ അവർ നമ്മളുടെ അടുത്തേക്ക് എത്തുമ്പോഴോ ഒക്കെ പോസിറ്റീവായിട്ട് അവർ റെസ്പോണ്ട് ചെയ്യുന്നത് പദവിയേക്കാൾ വലിയ അംഗീകാരമാണത്. ഏത് പദവിയേക്കാൾ വലിയ അംഗീകാരം. അതൊരിക്കലും നമ്മളെ ചിരി മായ്ക്കുന്നൊരു ഘടകമല്ല. അത് നമ്മളെ കൂടുതൽ ചിരിക്കാനും കൂടുതൽ ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കാനും പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാണ്. അത് നഷ്ടപ്പെട്ടു പോരുതേ എന്നുള്ളത്, ആ സ്നേഹം നഷ്ടപ്പെട്ടു പോരുതേ എന്നുള്ളതാണ് പ്രാർത്ഥന. അപ്പം അത് വേറെ ഇപ്പം നമ്മളങ്ങനെ ഒരു സെലിബ്രിറ്റീസ് ഒന്നും അല്ലല്ലോ. അങ്ങനെ വേറൊരു ലൈഫ് ഇപ്പം ഒരു സിനിമ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മേഖലയിലൊക്കെ ഉള്ള ആളുകൾക്ക് പോലെ അവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് അല്ലെങ്കിൽ ആളുകൾ അതൊക്കെ വരുമ്പോൾ അവർക്കുണ്ടാകുന്ന പ്രയാസം പോലെ നമുക്ക് ഇവരുടെ കൂടെയുള്ള തന്നെയാണല്ലോ നമ്മുടെ പൊളിറ്റിക്കൽ ലൈഫ്. ജനങ്ങളുമായിട്ടുള്ള ബന്ധമാണല്ലോ നമ്മുടെ പൊളിറ്റിക്കൽ ലൈഫ്. അപ്പം നമ്മളിപ്പം ഉമ്മൻചാണ്ടി സാറിനെയൊക്കെ കണ്ടിട്ടുള്ളത് എങ്ങനെയാണ്? ആളുകളില്ലാതെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടോ? അപ്പം അവരൊക്കെ നടന്ന വഴി കൂടെ നടക്കണം എന്നല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. അത് സത്യം പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ സ്ട്രെങ്ത്ത്, അതാണ് ഏറ്റവും വലിയ കോൺഫിഡൻസ്, അതാണ് ഏറ്റവും വലിയ ചിരിയും. സത്യം പറഞ്ഞാൽ നമ്മൾ ഡിസേർവ് ചെയ്യുന്നതിനേക്കാളും സ്നേഹം തിരിച്ച് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അവരോടുള്ള നന്ദി എത്ര വാക്കിൽ പറഞ്ഞാലും തീരില്ല. അത് തന്നെയാണ് ഏറ്റവും വലിയ പൊളിറ്റിക്സിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആ സ്നേഹം നിലനിന്ന് കിട്ടണം എന്നുള്ളതാണ്. ബാക്കി പദവിയും ഉത്തരവാദിത്തങ്ങളൊക്കെ അതിൻ്റെ ശേഷിയേ വരുന്നുള്ളൂ. നമ്മളില്ലാതെ നടക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ഓടിയെത്താൻ അയാളുടെ വാക്കുകളിലുണ്ടല്ല, അർഹിക്കുന്നതിലധികം സ്നേഹം ജനം നൽകുന്നു. അവരിൽ ഒരാളായി അവരോടൊപ്പം നിൽക്കാനുള്ള എല്ലാ പരിശ്രമങ്ങളും ഷാഫി പറമ്പിൽ നടത്തുന്നു. അതോടൊപ്പം തന്നെ എവിടെ ചെന്നാലും ജനക്കൂട്ടമാണ്. ആബാലവൃദ്ധം ജനങ്ങൾ ഇങ്ങനെ ചുറ്റും തടിച്ചു കൂടുകയാണ്. അത് തന്നെയാണ് ഇന്നലകളിൽ എന്ന് തന്നെ പറയണം. കാരണം ഇന്നലെ മാത്രമല്ല, എക്സാക്ട്ലി കറക്റ്റ് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഗോദയിലേക്ക് ഷാഫി പറമ്പിൽ വന്നിറങ്ങിയ ദിവസം മുതൽ തുടങ്ങിയതാണ് CPM-ന്റെ സൈബർ സഖാക്കളുടെ, അന്തംഗമ്മികളുടെ, അടിമകളുടെ ഒക്കെ കണ്ണിലെ കരടായി ഷാഫി പറമ്പിൽ മാറിയത് അന്ന് മുതലാണ്. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ കേരളത്തിലുടനീളം പാലക്കാട് നിന്നൊരുത്തൻ വണ്ടി കയറി വടകരയുടെ മണ്ണിൽ വരുമ്പോ അയാള് കൂത്തുപറമ്പിലും തലശ്ശേരിയിലും വടകരയിലും നാദാപുരത്തും കുറ്റ്യാടിയിലും പേരാമ്പ്രയിലും കൊയിലാണ്ടിയിലും അതിന്റെ സമീപ പ്രദേശങ്ങൾ, ഈ പറയുന്നതൊക്കെ ഞാൻ പറഞ്ഞ പേരുകളൊക്കെ സ്ഥലപ്പേരുകളൊക്കെ അത് നിയമസഭാ മണ്ഡലങ്ങളിലെ പേരാണ്. അതൊക്കെ ഉൾക്കൊള്ളുന്ന സ്ഥലങ്ങളുണ്ട്. കടിയങ്ങാടുണ്ട്, വില്യാപ്പള്ളിയുണ്ട്, പാനൂരുണ്ട്, അങ്ങനെ ഒരുപാടധികം സ്ഥലങ്ങള്. CPM-ന്റെ കോട്ട കൊത്തളങ്ങള്. അവിടെയൊക്കെ ഷാഫി പറമ്പിൽ വന്ന് കയറുമ്പോ, അയാള് നടന്ന് കയറുമ്പോ അവിടെ കിട്ടുന്ന ജനങ്ങളുടെ പിന്തുണ, ജനങ്ങളുടെ സ്നേഹം, ആ ജനം ഷാഫിക്ക് വേണ്ടി ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് കാത്തിരിക്കുന്ന നിമിഷങ്ങൾ, അതേ ആ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പും ഈ പറയുന്ന മേഖലകളിൽ അതിന്റെ പ്രചരണം ഇങ്ങനെ ചൂട് പിടിച്ച് മുന്നേറുന്നത്. ഓരോ വാർഡുകളിലും ഷാഫി എത്തുന്ന ഓരോ വാർഡുകളും, അത് കൂത്തുപറമ്പാവട്ടെ, തലശ്ശേരി ആവട്ടെ, അത് വടകരയാവട്ടെ, നാദാപുരം ആവട്ടെ, കുറ്റ്യാടി ആവട്ടെ, പേരാമ്പ്രയാവട്ടെ, കൊയിലാണ്ടി ആവട്ടെ, എവിടെയാണെങ്കിലും സമയങ്ങൾ വളരെ വൈകി എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ കേരളത്തില് ഈ പൊതുപരിപാടികളിൽ ഉച്ചഭാഷിണിയും വലിയ മൈക്കും സൗണ്ടും സിസ്റ്റവും ഒക്കെ ഉപയോഗിക്കാനുള്ള സമയപരിധി എന്ന് പറയുന്നത് 10 മണിയാണ്. ആ 10 മണി കഴിഞ്ഞും ചിലപ്പോൾ 12 മണിയാകുന്നത് വരെയൊക്കെ ജനം ഇങ്ങനെ കാത്തിരിക്കുകയാ ഷാഫി വരുന്നത് നോക്കിയിട്ട്. കാരണം ഷാഫി ഒരു സ്റ്റേജിൽ നിന്ന് ഇറങ്ങി അടുത്ത സ്റ്റേജിൽ, അവിടെ നിന്ന് ഇറങ്ങി അടുത്ത സ്റ്റേജിൽ, അവിടെ നിന്ന് ഇറങ്ങി അടുത്ത സ്റ്റേജിൽ, ഇങ്ങനെ ഓരോ പൊതുയോഗങ്ങളിൽ പങ്കെടുക്കുമ്പോ അവിടെ ജനം കാത്തിരിക്കുന്നത് കാണുമ്പോ 12 മണിയായിട്ടും ജനം പിരിഞ്ഞു പോകാതിരിക്കുമ്പോ
ഷാഫി വന്നിട്ട് മൈക്കില്ലാതെ സംസാരിക്കേണ്ടി വരുമ്പോ അത് കേൾക്കാൻ ജനം ഒരു സൂചി വീണാൽ കേൾക്കുന്ന രീതിയിൽ അത്ര ഒരു പിൻ ഡ്രോപ്പ് സൈലൻസിൽ ജനം ഇങ്ങനെ ആവേശഭരിതരായിട്ട് ആകാംക്ഷയോട് കൂടി ഇയാളുടെ വാക്കുകൾക്ക് വേണ്ടി കാതോർക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ജയരാജനെയും ശൈലജയെയും ഗോവിന്ദനെയും അന്തംഗമ്മി അടിമകളെയും എല്ലാ സൈബർ സഖാക്കളെയും ഈ പറയുന്ന പോരാളി ഷാജിയെയും അതുപോലെ അമ്പാടി മുക്ക് സഖാക്കളെയും ഒക്കെ വല്ലാതെ 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 വേദനിപ്പിക്കുന്ന, അവരെ അസ്വസ്ഥരാക്കുന്ന, അവരെ രോഷാകുലരാക്കുന്ന, അവർക്കിടയിൽ വിദ്വേഷത്തിന്റെ, വൈരാഗ്യത്തിന്റെ, ദേഷ്യത്തിന്റെ, പകയുടെ ഒക്കെ ഈ കാമ്പുകൾ ഇങ്ങനെ പൊട്ടിമുളക്കുന്നതിനുള്ള കാരണം ഈ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന വ്യക്തിയാണ്. അയാൾ ക്രോഡ് പിള്ളർ തന്നെയാ, ദ റിയൽ ക്രോഡ് പിള്ളർ എന്ന് മാത്രമല്ല, ഇയാളെ കാണുമ്പോ ഷാഫി പറമ്പിൽ എന്ന പേര് കേൾക്കുമ്പോഴേക്കും സഖാക്കൾക്ക് മുട്ടിടിക്കുകയാ, എന്ന് പറഞ്ഞ് മുട്ടിടിക്കുകയാ. തണുത്ത് വിറക്കുമ്പോ നമ്മുടെ മുട്ടിടിക്കും പോലെ, നമ്മുടെ ഈ രണ്ട് താടിയലുകൾ കൂട്ടിയിടിക്കും പോലെ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന വാക്ക് കേൾക്കുന്നത് തന്നെ ഇവരെ വല്ലാതെ ആലോസരപ്പെടുത്തുന്നു, വല്ലാതെ അസ്വസ്ഥരാക്കുന്നു, വല്ലാതെ ഭയപ്പെടുത്തുന്നു. അതല്ലാതെ ജയരാജന് ഷാഫിയെ അറിയാനിട്ടാണോ? ജയരാജൻ ഷാഫിയെ കാണാത്ത വ്യക്തിയാണോ? ജയരാജൻ നിയമസഭയിൽ ഇരിക്കുമ്പോ ഇപ്പുറത്തെ ബെഞ്ചിൽ ഷാഫി പറമ്പിൽ ഇരുന്നിട്ടുണ്ട്. ജയരാജനും സഖാക്കൾക്കും വയറ് നിറയെ കൊടുത്തിട്ടുമുണ്ട്. ഇന്ന് വടകരയുടെ മണ്ണിൽ ഷാഫി തന്റെ പ്രവർത്തന മേഖല, തന്റെ തട്ടകം അത് വടകരയിലേക്ക് പറിച്ചു നട്ടപ്പോ തുടങ്ങിയതാണ് ഈ അസഹിഷ്ണുത. ആ ലക്ഷ്യം വെക്കല്, ഉന്നം വെച്ചുകൊണ്ടുള്ള പ്രവർത്തികള്, ഷാഫിയെ ഉന്നം വെച്ചുകൊണ്ടുള്ള പ്രവർത്തികള്, ആരെന്ത് ചെയ്താലും എന്തൊക്കെ സംഭവിച്ചാലും എല്ലാം ഷാഫിയിലേക്ക് എത്തിക്കാനുള്ള വഴി ഇവർ പ്ലാൻ ചെയ്തതനുസരിച്ച് പേരാമ്പ്രയുടെ മണ്ണില് ഷാഫി പറമ്പിലിനെ മൂക്കടിച്ച് പൊട്ടിച്ചിട്ട് അവസാനം സൈബർ സഖാക്കൾ പറഞ്ഞത് അത് മഷി ഒഴിച്ചതാണ്. അന്തംഗമ്മി അടിമകള്, വിവരമില്ലാത്ത, വിദ്യാഭ്യാസമില്ലാത്ത, ബുദ്ധിയില്ലാത്ത രാജാവിന്റെ തീട്ടം തിന്നുന്ന അടിമകൾ ആദ്യം പറഞ്ഞത് മഷി ഒഴിച്ചതെന്നാണ്. പിന്നീട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്ന് അയാളുടെ മൂക്കിന് ശസ്ത്രക്രിയ നടത്തിയപ്പോൾ പറഞ്ഞു, എന്തേ താടി പഠിക്കാത്തത്, എന്തേ മീശ പഠിക്കാത്തത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് അയാളുടെ ശസ്ത്രക്രിയ കഴിഞ്ഞു, വിശ്രമ ജീവിതം കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു പുറത്തിറങ്ങിയപ്പോ ചോദിക്കുന്നത്, എന്തേ ശസ്ത്രക്രിയ നടത്തിയിട്ട് അതിന്റെ പാടുകള്, അതിന്റെ അടയാളങ്ങള്, അതിന്റെ സ്കാറുകളൊന്നും കാണുന്നില്ലല്ലോ എന്നാണ് പിന്നെ പറയുന്നത്. പിന്നെ അതൊക്കെ കഴിയുമ്പോ ഇവർ ഉന്നം വെക്കുന്നത് ഷാഫി പറമ്പിലിനെയാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് എവിടെ വെച്ചാണ്? അത് വടകരയിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വെച്ചാണ്. ആ ഷാഫി പറമ്പിലിനെ എല്ലാ ജനങ്ങളും, ജനലക്ഷങ്ങൾ ഇങ്ങനെ ഇരു കൈയും നീട്ടി സ്വീകരിക്കാൻ നിൽക്കുമ്പോ അവിടെ വർഗീയതയുടെ കാടിറക്കാനുള്ള തീരുമാനമുണ്ടായി. അതൊക്കെ പൊട്ടിപ്പാളീസായി കെ ശൈലജയെ 8 നിലയിൽ പരാജയപ്പെടുത്തി. പിന്നീട് അങ്ങോട്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലേക്ക് എത്തിയപ്പോ അവിടെ ഒരു നീല പെട്ടിയുമായി ഇറങ്ങി. അതിന് കാരണം എന്താണെന്നറിയോ? കാരണം ഷാഫിയാണ് ആ തെരഞ്ഞെടുപ്പിനെ നയിക്കുന്നതെങ്കിൽ അവിടെ സ്ഥാനാർത്ഥി ആരുമായിക്കോട്ടെ ആ തെരഞ്ഞെടുപ്പ് ഷാഫി തൂക്കുമെന്നുള്ള കാര്യത്തിൽ ഇവർക്കൊരു സംശയവുമില്ല. പാലക്കാടിന്റെ മണ്ണില് ആ ഉപതെരഞ്ഞെടുപ്പില് രാഹുൽ മാങ്കൂട്ടം 18,000 ചില്ലറ വോട്ടിന് വിജയിച്ച് കയറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ എല്ലാ ക്രെഡിറ്റും അത് ഷാഫി പറമ്പിലിന് അർഹതപ്പെട്ടതാണ്. അയാളാണ് ആ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ നിന്ന് നയിച്ചത്. അയാളാണ് പ്രചരണങ്ങളുടെ ചുക്കാൻ പിടിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിനെ MLA ആക്കി മാറ്റാൻ അയാൾ നടത്തിയ പ്രതിജ്ഞാബദ്ധമായ ഇടപെടലുകൾ അത് തന്നെയാണ് ചരിത്ര ഭൂരിപക്ഷത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ എത്തിച്ചത് എന്നുള്ളതാണ്. അപ്പോ ഇതൊക്കെ കാണുമ്പോൾ സഖാക്കൾക്ക് നല്ല വ്യക്തമായ ബോധ്യമുണ്ട്. ഇതേ പ്രവർത്തനം ഷാഫി വടകരയിൽ കാഴ്ചവെക്കും. വടകരയിൽ നിന്ന് മാത്രമല്ല, ഷാഫി നിങ്ങൾ കഴിഞ്ഞ ദിവസം ഇപ്പോ കൊട്ടിക്കൊലാശം കഴിഞ്ഞ ഈ തെക്കൻ ജില്ലകള്, അവിടെയൊക്കെ തിരുവനന്തപുരത്ത് തലസ്ഥാനത്ത് പല സ്ഥലങ്ങളിൽ ഷാഫി പങ്കെടുത്തു. ഈ പങ്കെടുത്തതിന്റെ ദൃശ്യങ്ങളൊക്കെ നിങ്ങൾ എല്ലാവരും കണ്ടതാ. അവിടെയൊക്കെ തടിച്ചു കൂടിയ ജനങ്ങളെ നിങ്ങൾ എല്ലാവരും കണ്ടതാ. അത് ഈ വടകരയിലെ മണ്ണിൽ മാത്രമല്ല ഷാഫിയുടെ പ്രഭാവം കാണാൻ കഴിയുന്നത്. കേരളത്തിലുടനീളം അയാൾ എവിടെയൊക്കെ ചെന്നാലും ആ ജനം നിറഞ്ഞ മനസ്സോടുകൂടി, നിറഞ്ഞു തുളുമ്പുന്ന സ്നേഹത്തോടുകൂടി ഇരു കൈയും നീട്ടി ഇയാളെ സ്വീകരിക്കുകയാണ്. ആ ജനത്തിൽ ഒരുവനാണ് താനെന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു വെക്കുമ്പോഴും ദ റിയൽ ക്രൗഡ് പുള്ളർ എന്ന് നമ്മളെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കേണ്ടതുണ്ട്.
എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എത്രയൊക്കെ ഉന്നം വെച്ചാലും നിങ്ങളുടെ കണ്ണിലെ കരടായി ഷാഫി പറമ്പിൽ നിലനിൽക്കുമെന്നുള്ളത് സഖാക്കൾ തന്നെ ഇങ്ങനെ അടിവരയിട്ട് കൊണ്ടിരിക്കുകയാണ്. അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടം വിഷയം അത് ഷാഫിയിലേക്ക് എത്തിക്കാൻ എന്തേ ഇത്രയധികം പണിയെടുത്തത്? അത് ഷാഫിയിലേക്ക് ചേർത്ത് വെക്കാൻ, രാഹുലിനെ ഷാഫിയിലേക്ക് ചേർത്ത് നിർത്താൻ, രാഹുലിനെ ഷാഫി പറമ്പിലുമായി കൂട്ടിക്കെട്ടാൻ ഇവർ വല്ലാതെ പണിയെടുക്കുന്നുണ്ടായിരുന്നു. ഒരുപാടധികം പണിയെടുത്തു. എന്നിട്ടും നടക്കാതെ വരുമ്പോ വീണ്ടും അതിൽ കടിച്ചു തൂങ്ങുന്ന സഖാക്കളെ എല്ലിൻ കഷ്ണത്തിന്റെ മുകളിൽ ഈ പറയുന്ന തെരുവ് പട്ടികൾ കടിച്ചു തൂങ്ങുന്നത് പോലെ സഖാക്കള് ഷാഫി 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 എന്ന് പറഞ്ഞ് കടിച്ചു തൂങ്ങുന്നത് നിങ്ങൾ കാണുന്നില്ലേ? കാരണം എന്താ? സഖാക്കളുടെ ഭാഷയിൽ പറഞ്ഞ ഷാഫി ഷോ ആണെന്ന സഖാക്കൾ പറയുന്നത്. പക്ഷേ ഷാഫി ഷോ അല്ല, അതിനെ നമ്മളൊന്ന് തിരുത്തി പറയും. ഷാഫി മെഗാ ഷോയാ. എല്ലായിടത്തും മെഗാ ഷോയാണ് ഷാഫി കാണിക്കുന്നത്. എവിടെ ചെന്ന് കഴിഞ്ഞാലും കേരളത്തിലുടനീളം അയാൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും വലിയ രീതിയിലുള്ള ഒരു ഫാക്ടർ, ഇലക്ഷൻ ഫാക്ടർ ആയിട്ട് ഷാഫി പറമ്പിൽ മാറുന്നു. ജനം ഇരുകയും നീട്ടി സ്വീകരിക്കുന്നു, പ്രായ വ്യത്യാസമില്ലാതെ. അതാണ് ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ജനങ്ങൾ മുതൽ പിഞ്ചു കുഞ്ഞുങ്ങൾ, തിരിച്ചറിവുള്ള പ്രായമുള്ള എല്ലാവരും അയാൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്നു. അയാൾക്ക് കൈ കൊടുക്കാൻ, അയാളെ സ്വീകരിക്കാൻ ജനം തിക്കും തിരക്കും കൂട്ടുന്നത് കാണുകയാണ്. ഇതൊക്കെ കണ്ടാല് ജയരാജന് ഏത് ഷാഫി എന്ത് ഷാഫി എന്ന് പറയല്ലാതെ മറുപടി പറയാനുണ്ടോ? ശൈലജയ്ക്ക് പറയാനുണ്ടോ? ശൈലജയുടെ ഉറക്കം പോയിട്ട് കാലങ്ങൾ എത്രയായെന്നാ നിങ്ങൾ കരുതുന്നത്? 2024 റിസൾട്ട് വന്നതിന് ശേഷം, പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നതിന് ശേഷം ശൈലജ ഉറങ്ങിയിട്ടില്ല. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു ഘട്ടത്തിലൂടെ സഖാക്കളും ശൈലജയും ജയരാജനും അടിമകളും, അന്തംഗമ്മി അടിമകളും, സൈബർ അടിമകളും ഒക്കെ കടന്നു പോകുമ്പോ ഉറപ്പായിട്ടും ഷാഫിയെ ലക്ഷ്യം വെക്കും, ഷാഫിയെ ഉന്നം വെക്കും. രാഹുലിനെ എന്ന് മാത്രമല്ല, എന്ത് നടന്നാലും എന്തൊക്കെ സംഭവിച്ചാലും എല്ലാം അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ഷാഫി പറമ്പിലാണ്. വീഴ്ത്തേണ്ടത് ഷാഫിയെയാണ്. അപ്പൊ ഷാഫിയുമായി ബന്ധപ്പെട്ട ആളുകളിലൂടെ വിവാദങ്ങൾ ഉണ്ടാക്കി, ചർച്ചകൾ ഉണ്ടാക്കി അതിനെ ഷാഫി പറമ്പിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമങ്ങൾ സഖാക്കൾ തുടർന്നു കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്.